പിണറായിയെ അഴിയണ്ണിക്കും. പുതിയ സർക്കാർ വന്നാൽ പിണറായി അകത്താക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിയിൽ നിന്നും കരകയറാൻ വേണ്ടിയിട്ട് പല വിധത്തിലുള്ള തന്ത്രങ്ങളാണ് CPM പയറ്റാൻ പോകുന്നത്, പയറ്റി തുടങ്ങിയിരിക്കുന്നത്. ഇടതുമുന്നണിയിൽ നിന്ന് ഒലിച്ചുപോയ ന്യൂനപക്ഷ വോട്ടുകളും മറ്റ് സമുദായ വോട്ടുകളും തിരിച്ചു പിടിക്കുവാനും സർക്കാരിൻ്റെ അടിത്തറ ഒന്ന് വിപുലപ്പെടുത്തുവാനും ലക്ഷ്യമിട്ടാണ് ഈ നീക്കങ്ങളൊക്കെ CPM നടത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നവോത്ഥാന സമിതി വഴി സമുദായ സംഘടനകളിലേക്ക് പാലമിടാൻ CPM ലക്ഷ്യമിടുന്നു എന്നുള്ളതാണ്. വിവിധ പട്ടികജാതി പിന്നാക്ക സംഘടനകളൊക്കെ ഒപ്പം നിർത്തുകയാണ് അതിൻ്റെ ലക്ഷ്യമെന്ന് പറയപ്പെടുന്നത്. പട്ടികജാതി ക്ഷേമ സമിതി സംസ്ഥാന സെക്രട്ടറിയും CPM സംസ്ഥാന കമ്മിറ്റി അംഗവുമായിട്ടുള്ള K. സോമപ്രസാദ്, നവോത്ഥാന സമിതിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും KDF നേതാവുമായിട്ടുള്ള P. രാമഭദ്രൻ, ഇവർക്കാണ് ഇപ്പോൾ ഈ നവോത്ഥാന സമിതി വഴി സമുദായ സംഘടനകളിലേക്ക് പാലമിടാനുള്ള എൻ്റെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. ഇടതുമുന്നണിയുമായിട്ട് ഇടഞ്ഞു നിൽക്കുന്ന KPMS ഉൾപ്പെടെയുള്ള നേതൃത്വത്തെ ഒപ്പം നിർത്താനുള്ള ചർച്ചകളാണ് ഇവർ നടത്തേണ്ടത്. എന്നിട്ട് അവർ അങ്ങനെ ചർച്ച നടത്തി ഇവരെ ഇതിനകത്തേക്ക് കൊണ്ടുവരണം. സമുദായ സംഘടനകളുടെ പിന്തുണ ഉറപ്പാക്കുന്നതിലൂടെ നഷ്ടപ്പെട്ടു പോയ ന്യൂനപക്ഷ വോട്ടുകൾക്ക് പകരം വോട്ട് ബാങ്ക് സൃഷ്ടിക്കാനാകുമെന്നുള്ള വിലയിരുത്തലിലേക്ക് CPM എത്തിച്ചേർന്നിരിക്കുന്നു. CK ജാനുവിൻ്റെ പാർട്ടിയും ഫോർവേഡ് ബ്ലോക്ക് വഴി ചില സമുദായ സംഘടനകളും UDFുമായിട്ട് സഹകരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു ബദൽ മാർഗം തേടണമെന്നുള്ള അഭിപ്രായം CPMനുള്ളിൽ ശക്തമായത്. അതുകൊണ്ടാണ് P. രാമഭദ്രന്റെ നേതൃത്വത്തിൽ വിവിധ സമുദായ സംഘടനകളെ ചേർത്ത് അടുത്തിടെ ആരംഭിച്ച സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് ഫെഡറേഷൻ, ആ ഫെഡറേഷനെ രാഷ്ട്രീയ പാർട്ടിയാക്കി മാറ്റുന്നതിനുള്ള ശ്രമവും നടക്കുന്നത്. ഇതിനോടൊപ്പം ദളിത് ആദിവാസി മഹാസഖ്യം, ചില മുസ്ലിം സംഘടനകൾ എന്നിവയെല്ലാം ഈ പുതിയ പാർട്ടിയുമായിട്ട് സഹകരിപ്പിക്കുവാനുള്ള ചർച്ചയൊക്കെ വളരെ ദ്രുതഗതിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുമായിട്ടും CPI നേതൃത്വവുമായിട്ടൊക്കെ അടുപ്പമുള്ള P. രാമഭദ്രൻ ഇടതുമുന്നണിയുമായിട്ട് സഹകരിച്ചാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നവോത്ഥാന സമിതിയുടെ ചില നേതാക്കളെ ഇടത് സ്വതന്ത്രനായി മത്സരിപ്പിക്കുവാനുള്ള സാധ്യതയും ഇതിനോടൊപ്പം തേടുകയാണ്. P. രാമഭദ്രൻ, മലയരയ ഐക്യസമിതി നേതാവായിട്ടുള്ള P. K. സജീവ്, സാംബവ മഹാസഭ നേതാവായിട്ടുള്ള രാമചന്ദ്രൻ മുല്ലശ്ശേരി തുടങ്ങിയവരെയൊക്കെ മത്സരിപ്പിക്കുവാനുള്ള ഒരു ആലോചനയിലേക്ക് ഇടതുമുന്നണി എത്തുന്നുണ്ട്. അപ്പോൾ അതിനിടെ തദ്ദേശ തിരഞ്ഞെടുപ്പ് തോൽവിയിലെ ആ ഒരു കാഠിന്യം കുറയ്ക്കണമല്ലോ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസമൊക്കെ മുന്നണി യോഗത്തിൽ കുറ്റപ്പെടുത്തലുകൾ ഒഴിവാക്കിക്കൊണ്ട് LDFിലെ ഘടകകക്ഷികൾ എത്തുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും എന്നുള്ളതാണ്. അത് മറ്റൊന്നുമല്ല, ഈ സീറ്റ് നിലനിർത്തുക അല്ലെങ്കിൽ സീറ്റ് കിട്ടുക എന്നൊരു ലക്ഷ്യത്തോടുക. ഒപ്പം ഈ തോൽവി എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പറയാൻ പറ്റുന്ന ഇതാണ്: അമിതമായിട്ടുള്ള ആത്മവിശ്വാസം വിനയായി എന്നും കൂട്ടായ്മയോടെ പ്രവർത്തിച്ചാൽ മാത്രമേ ഇനിയെങ്കിലും വീഴ്ച പരിഹരിച്ച് ഭരണ തുടർച്ച നേടാനാകുമെന്നൊക്കെ യോഗത്തിൽ വലിയ വിലയിരുത്തലുകളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് ഇടതുപക്ഷത്തിനെതിരെ കാര്യമായിട്ട് പ്രതിപക്ഷം ഉപയോഗിച്ച് ആയുധമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത് വോട്ടർമാരെ സ്വാധീനിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട്. അത് നേരിടുന്നതിനുള്ള ബദൽ പ്രചരണം ശക്തമാക്കണം. ഇതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കക്ഷി നേതാക്കളടക്കം ചൂണ്ടിക്കാട്ടുന്നത്. അണികളിൽ ആത്മവിശ്വാസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ള ശ്രമങ്ങൾ നടത്തണമെന്നുള്ള നിർദ്ദേശം പാർട്ടിയിൽ നിന്നുണ്ടാകുന്നു. സർക്കാരിന്റെ പോരായ്മയും മുഖ്യമന്ത്രിയുടെ മനോഭാവവും അത് ഇടതുപക്ഷത്തിന് ദോഷം ചെയ്തു എന്ന് CPI അടക്കമുള്ള പാർട്ടികൾ സ്വന്തം നിലയിൽ വിമർശനം ഉന്നയിക്കുന്ന സാഹചര്യമാണ്. എന്നാൽ അതൊന്നും ഇടതുമുന്നണി യോഗത്തിൽ ആരും ഉന്നയിച്ചിട്ടില്ല എന്നുള്ളതാണ്. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയും സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കാനുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, മേഖലാ ജാഥകൾ ഇടതുമുന്നണി നടത്തുക എന്നുള്ളതാണ് അവരുടെ തീരുമാനമായിട്ടെത്തി. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ചർച്ചകളൊന്നും CPI അടക്കമുള്ളവർ ഇടതുപക്ഷത്തിന് എതിരെ സംവദിക്കുന്ന രീതിയിലുള്ളതൊന്നും തന്നെ സമ്മതിച്ചില്ല, അല്ലെങ്കിൽ അതിനകത്ത് സംഭവിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇനി അവരുടെ ലക്ഷ്യം വടക്കൻ മേഖലാ ജാഥകൾ നടത്തുക എന്നുള്ളതാണ്. CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ ക്യാപ്റ്റനായിട്ടുള്ള വടക്കൻ മേഖലാ ജാഥ ഫെബ്രുവരി 1 മഞ്ചേശ്വരത്ത് നിന്ന് ആരംഭിക്കുകയാണ്. CPI സംസ്ഥാന സെക്രട്ടറിയുടെ ബിനോയ് വിശ്വം ക്യാപ്റ്റനായിട്ടുള്ള തെക്കൻ മേഖലാ ജാഥ ഫെബ്രുവരി 4 തൃശ്ശൂരിൽ ചേലക്കരയിൽ നിന്നും ആരംഭിക്കും. മധ്യമേഖലാ ജാഥകളൊക്കെ കേരള കോൺഗ്രസ് എമ്മിന്റെ ചെയർമാനായിട്ടുള്ള ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി 6 അങ്കമാലിയിൽ നിന്നുള്ളതാണ്. ഇതൊക്കെയാണ് ഈ നഷ്ടപ്പെട്ടു പോയ പ്രതാപം തിരിച്ചെടുക്കുവാൻ CPM കണ്ടെത്തിയ വഴികൾ.
കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നടപടികൾക്കെതിരെ ഫെബ്രുവരി 12 നടത്തുന്ന രാജ്യവ്യാപകമായിട്ടുള്ള സമരത്തിന് LDFന്റെ പിന്തുണ നൽകാൻ പോകുന്നു. കേന്ദ്രത്തിന്റെ ഗൂഢനീക്കങ്ങൾക്ക് എതിരായിട്ടുള്ള ഈ മാസം 12 മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ മന്ത്രിമാരും MLA മാരും രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ സത്യാഗ്രഹം നടത്താൻ പോകുന്നു. ഇതോടാകുമ്പം പൂർത്തിയായി. അപ്പോൾ സർക്കാർ നേട്ടങ്ങളൊക്കെ ജനങ്ങളുടെ വീടുകളിലേക്ക് എത്തിക്കുക, മനസ്സുകളിലല്ല. അതൊരു തരത്തിലുള്ള പുതിയ സംവിധാനം ഒരുക്കാനാണ് CPMന്റെ ഇത്തരത്തിലുള്ള തത്രപ്പാടുകൾ എന്ന് പറയപ്പെടുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, സർക്കാരിന്റെ നേട്ടങ്ങൾ മറികടക്കുവാൻ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFും BJPയും വർഗീയ ധ്രുവീകരണം നടത്തിയെന്നും അതിലൂടെയാണ് അവർക്ക് വലിയ വിജയങ്ങൾ നേടിയെടുക്കുവാൻ കഴിഞ്ഞത് എന്നൊക്കെ സമ്മതിപ്പിക്കുവാൻ CPMന്റെയും CPIയുടെയും ഒപ്പം തന്നെ LDFന്റെ കക്ഷി നേതാക്കളെ സമ്മതിപ്പിച്ചെടുക്കുവാൻ മുന്നണിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി ഈ വർഗീയ ധ്രുവീകരണം നടത്തിയവരിൽ നിന്ന് മാറി പുതിയ സംവിധാനങ്ങൾ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന് വലിയ വിജയം നേടാനുമാകുമെന്നുള്ള വലിയ പ്രതീക്ഷയിലേക്ക് എത്തുകയാണ് CPM. പക്ഷെ അവിടെയാണ് പ്രശ്നം. സ്വർണ്ണക്കൊള്ള മുതൽ ഇങ്ങോട്ട് ശബരിമല വിഷയവും സ്വർണ്ണക്കള്ളക്കടത്തും അങ്ങനെ വിവാദങ്ങൾ ഒട്ടനവധി കഴിഞ്ഞ 2016 മുതൽ ഈ 26 വരെ പിണറായി വിജയൻ സർക്കാരിനെ വല്ലാതെ വേട്ടയാടുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ പിണറായി വിജയനെ വീണ്ടും മൂന്നാമത് അധികാരത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നത് തന്നെ പാർട്ടിയുടെ വല്ലാത്ത അമിതമായിട്ടുള്ള പാർലമെന്ററി മോഹം ഇങ്ങനെ തിളയ്ക്കുന്നു എന്നതിൻ്റെ സൂചനയാണ്. പണ്ട് ജനങ്ങൾക്കൊപ്പം അവരോടൊപ്പം സഞ്ചരിച്ചിരുന്ന CPM എന്ന് പറയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പ്രസ്ഥാനം ഇന്ന് ബൂർഷ്വാസികളുടെ അന്തപുരത്തിലേക്ക് മാറി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് താഴെത്തട്ടിലെ ജനങ്ങളെ, ന്യൂനപക്ഷങ്ങളെയൊക്കെ മറക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഈ പാർട്ടി മാറിപ്പോയത്. അത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുന്ന തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പിണറായി അടക്കം അല്ലെങ്കിൽ പുതിയ സർക്കാർ ഉണ്ടാകുമ്പോൾ പിണറായി അടക്കം അകത്താക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളായിരിക്കും നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ആദ്യം കാലം മുതൽ 2016 മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ മേഖലയിലെയും അഴിമതി അടക്കമുള്ളവ കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചുകൊണ്ടും അന്വേഷണം നടത്തിയവയെ പുനരന്വേഷണം നടത്തിക്കൊണ്ടുമുള്ള ഒരു വലിയ മാറ്റത്തിനുള്ള തുടക്കമായിരിക്കും പുതിയ സർക്കാർ വരുമ്പോൾ. അത് UDFന്റെ സർക്കാരാണ് എത്തുന്നതെങ്കിൽ ആ സർക്കാർ ഇതൊക്കെ കുത്തിപ്പൊക്കി എടുക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അവിടെയായിരിക്കും പിണറായി അടക്കം അഴിയെണ്ണാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഒരു പുതിയ സർക്കാർ വരുമ്പോൾ അത് പിണറായി അടക്കം അകത്താക്കും എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. ഇങ്ങനെ 2024 നിയമസഭാ തെരഞ്ഞെടുപ്പ് എല്ലാ വിധത്തിലും പിണറായിക്ക് അനുകൂലമാകുവാനുള്ള സാധ്യതയില്ല. ഒപ്പം തന്നെ CPM എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വലിയ സ്വാധീനം ചെലുത്തുവാനുള്ള സാധ്യതകളും വളരെ കുറവാണ്. LDFന് ഇത് എത്രത്തോളം നേട്ടം കൊയ്യും എന്നുള്ള കാര്യത്തിലും പറയാൻ കഴിയാത്ത വണ്ണം അകന്നു പോയിരിക്കുന്നു പാർട്ടി ജനങ്ങളുമായിട്ട്. അതുകൊണ്ട് തന്നെ വരുന്ന തിരഞ്ഞെടുപ്പിൽ പിണറായിക്ക് വീണ്ടും അധികാരത്തിലെത്തുവാനുള്ള സാധ്യതകൾ വളരെ വിരളമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അവിടെയാണ് ഇപ്പോൾ ശബരിമല വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ വലിയ വിവാദങ്ങൾ ഉണ്ടാകുന്നു, വലിയ ട്വിസ്റ്റുകൾ ഉണ്ടാകുന്നു, തന്ത്രി അടക്കമുള്ളവർ അറസ്റ്റിലാകുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ അന്നത്തെ കാലത്തെ മന്ത്രി അടക്കമുള്ളവരുണ്ടെങ്കിൽ അവരെ കൂടി ജയിലിൽ അടയ്ക്കണമെന്നുള്ളതാണ് സമൂഹത്തിന്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയപ്പെടുന്നത്. അതുപോലെ തന്നെയാണ് പിണറായി വിജയൻ സർക്കാർ ഇത്രയും കാലവും മൗനമായിട്ടിരുന്നത്. ഇതുപോലുള്ള എല്ലാ തരത്തിലുള്ള വിവാദ വിഷയങ്ങൾ വരുമ്പോൾ ഒന്നും മിണ്ടാതെ, മാധ്യമങ്ങളൊന്നും പറയാതെ മൗനിയായിരിക്കുന്ന പിണറായി വിജയനാണ് കാണാൻ കഴിയുന്നത്. ആ മൗനം എന്ന് പറയപ്പെടുന്നത് എല്ലാത്തിൻ്റെയും സമ്മതമായിരുന്നുവോ, അതോ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ ഇതൊക്കെ സമ്മതിച്ചു കൊടുത്തതായിരുന്നു? അത് ഈ സ്വർണ്ണക്കടത്താണെങ്കിലും ശരി, കരുവന്നൂർ വിഷയമാണെങ്കിലും ശരി, ലൈഫ് മിഷൻ പദ്ധതിയാണെങ്കിലും ശരി, ഇപ്പോഴത്തെ ശബരിമലയിലെ സ്വർണ്ണ കൊള്ളയാണെങ്കിലും ശരി, ഇതെല്ലാം അറിയുമ്പോഴും മൗനം പാലിക്കുന്ന പിണറായി വിജയനെ കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ആ മൗനം എന്ന് പറയപ്പെടുന്നത് എല്ലാത്തിൻ്റെയും സമ്മതമായിരുന്നു എന്നുള്ളതാണ്. ഇപ്പൊ തന്ത്രി അടക്കം ജയിലിലേക്ക് പോകുമ്പോൾ ഇനി ജയിലിൽ പോകാനുള്ളത് മന്ത്രിയാണ്, മുൻ മന്ത്രിയാണ്. ആ മന്ത്രി കൂടി ജയിലിൽ പോകുമ്പോഴും മുഖ്യമന്ത്രി മൗനം പാലിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ 2016 മുതൽ 2026 വരെ നടത്തിയ കടുംവെട്ടുകൾ, അഴിമതികൾ എല്ലാം പുറത്തു കൊണ്ടുവരുവാൻ പുതിയ സർക്കാർ 2026 വരുന്ന പുതിയ UDF സർക്കാർ ആണെങ്കിൽ ആ സർക്കാർ അതിനുള്ള നടപടികൾ എടുക്കും. അങ്ങനെയാണെങ്കിൽ പിണറായി വിജയന്റെ മൗന സമ്മതമൊക്കെ വല്ലാതെ പിടിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിണറായി അഴിയെണ്ണുവാനുള്ള സാധ്യത അതിലുണ്ട്. മാത്രമല്ല പുതിയ സർക്കാർ പിണറായി വിജയനെ അടക്കം അകത്താക്കുന്ന സമീപനം സ്വീകരിക്കുകയും ചെയ്യും.